മുതലാളി ഗ്രീൻ റൂം ഇവിടെ വന്നിട്ട് അരമണിക്കൂറായില്ല. ഇനി അതും കൂടെ ഞാൻ കാണിച്ചു തരണോ? പോ, അകത്തോട്ട് പോ. അപ്പൊ എന്നെ ആരാ മേക്കപ്പ് ചെയ്യുന്നത്? ഓ, ഇനി അതും കൂടെ ഞാൻ ചെയ്തു തരാം. നാടകം കളിച്ചുതരാം. നിനക്ക് തിന്നാനുള്ള ഭക്ഷണം ഞാൻ പോയി ചെയ്യടാ. പോടാ. ഒരു വണ്ടി ഹോൺ അടിച്ചോണ്ട് വരുന്നു. ഇത് ഫോൺ അടിച്ചു പോയതല്ല, ഇത് ഞാൻ പൊരിയുടെ ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞതാ. പോപ്കോൺ. ഹലോ മുതലാളി, ഇന്ന് പറഞ്ഞോ, നിങ്ങൾ അളിയനും മാമനും മച്ചമ്പിയൊക്കെ അങ്ങ് വീട്ടിലായിക്കോണം. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ പൊരിക്കച്ചവടക്കാരനെ സമിതിയിൽ കൊണ്ടുവരലെന്ന്. ഹലോ, നീ എന്റെ അളിയനായിട്ട് ഒറ്റ കാരണം കൊണ്ടാണ് ഇമാരെ നിന്റെ ദേഹത്ത് കൈവയ്ക്കാത്ത. നിന്റെ അടുത്ത് തട്ടിക്കാറില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഗ്രീൻ റൂമിൽ പറയരുത്. നീ പൊരി വയ്ക്കാൻ വന്നാൽ അവരുടെ ഇടയിൽ പോയി പൊരി വിട്ടോളാം. അല്ല, ഞാൻ ശല്യപ്പെടുത്തിയിട്ടില്ല. ഇറങ്ങി വല്ല എവിടെ എവിടെയെങ്കിലും പോയി. ഇതുവരെ മേക്കപ്പ് ചെയ്തില്ലേ നീ? നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? പിന്നെ നിങ്ങൾ ദേഷ്യപ്പെടക്കം, വീട്ടിൽ പോയ ഭാര്യ ദേഷ്യപ്പെടക്കം. ഇടാ, ഒരു കാര്യം നീ മനസ്സിലാക്കേണ്ടത്, കുടുംബജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന ഒരു ഒറ്റ ഘടകത്തെ പോപ്കോൺ. നീ ഇവിടെ നിന്ന് രാത്രി നാടകം കളിച്ച് വീട്ടിലോട്ട് ചെന്ന് കയറി കഥ തട്ടി അവള് കഥ തുറന്ന് നിന്റെ മുഖത്ത് നോക്കി അവൾ ഒരു ഒറ്റ പറച്ചിൽ പറയും, പോപ്കോൺ വേണോ ചേട്ടാ വാ, ക്ഷീണിച്ച് വന്നില്ലേ എന്ന് പറഞ്ഞാൽ അവൾ എണ്ണയും സോപ്പും തോർത്തൊക്കെ എടുത്ത് തന്ന് നേരെ ബാത്റൂമിൽ പോയി കുളിച്ച് വെളിയിലോട്ട് ഇറങ്ങിയിരുന്നു. അവള് നിന്റെ മുഖത്ത് നോക്കി ഒരു ഒറ്റ പറച്ചിലാണ്, ഒരു പോപ്കോൺ എടുക്കട്ടാ ചേട്ടാ വാ ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ് അവള് ചായയൊക്കെ തന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ നേരെ ബെഡ്റൂമിൽ പോയി കിടക്കുമ്പോൾ ഒന്നും രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെറിയ വഴക്കൊക്കെ നടക്കുകയാണെങ്കിൽ അവള് നിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ പറച്ചിൽ പറയും. ഇനി ഞാൻ നിങ്ങൾക്ക് പോപ്കോൺ തരൂല. നിങ്ങൾ വേറെ ഏതെങ്കിലും കടയിൽ ചെന്ന് വാങ്ങിച്ചാൽ മതി. കുറെ നേരം കൊണ്ട് മനുഷ്യനെ പറ്റിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, സമിതിയിൽ പറ്റില്ല. ഒന്നിലീവൻ അല്ലെങ്കിൽ ഞാൻ വെളിയിൽ ഒരാൾ കുറച്ച് നേരം കൊണ്ട് എന്നെ പറഞ്ഞ് പറ്റി. അതൊന്നും എനിക്ക് അറിയണ്ട. നീ വെളിയിൽ പോപ്കോൺ വിൽക്കാൻ പോണേ പോ. ഓക്കെ, നിങ്ങളൊക്കെ വലിയ ആർട്ടിസ്റ്റുകൾ. ഞാൻ അയ്യോ, നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. എന്റെ പൊന്നു റോയ്, അത് ഇവിടെ അല്ല. ഇവിടെ അല്ലേ? നമ്മുടെ ഗ്രാമത്തില് ഒരു ഭീകര ജീവി ഇറങ്ങും. അതാണ് നീ. അതാണ് ഞാൻ. ചുവന്ന ലൈറ്റും കത്തും, മ്യൂസിക് കേൾക്കും. അപ്പോഴും വേണം വരായി. ചുവന്ന ലൈറ്റും ചംസ മ്യൂസിക്. ഓക്കെ അല്ലേ? ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. വാ പറഞ്ഞുതരാം. ആ വണ്ടി വീണ്ടും വന്നല്ല ഫോൺ അടിച്ചോണ്ട്. ശരി, ഞാൻ ഈ വണ്ടി എവിടെ കിടന്ന് ഫോൺ അടിക്കും നിങ്ങൾ നോക്കേണ്ട ആവശ്യം. എന്റെ അളിയന്റെ സമിതിയാണ്. ഞാൻ ഈ വണ്ടി കയറി ഇവിടെ വരണ എന്തിനാണ്? ഈ പറമ്പിൽ കച്ചവടം ചെയ്യാനാണ്. നിങ്ങൾ അഭിനയിച്ചാൽ മതി, കുളമാക്കാതെ. അത് മാത്രം നോക്കിയാൽ മതി കേട്ടാ. മുതലാളി എവിടെ? മുതലാളി എവിടെ? എന്താ സന്ധ്യ പ്രശ്നം? എനിക്ക് മുതലാളിയെ കാണണം. കാര്യം പറഞ്ഞു. നീയാ മുതലാളി? അല്ലല്ലേ, എന്റെ അളിയനാണല്ലോ മുതലാളി. മാറിയില്ല. മുതലാളി എവിടെ? കാര്യം പറഞ്ഞു. മുതലാളി എവിടെ? മുതലാളി കമ്മിറ്റി ഓഫീസിൽ പോയിട്ടുണ്ട്. കാര്യം പറഞ്ഞു, എന്നോട് പറഞ്ഞു. ഞാൻ എന്നും കൊണ്ടുവരുന്ന ലിപ്സ്റ്റിക്കിന്റെ പകുതി എവിടെ പോണത്? പകുതി എവിടെ പോണതെന്ന് എനിക്ക് അറിയണം. അത് എവിടെ മുതലാളി? ഞാൻ നേരത്തെ ഒന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തൊന്നുമില്ല. എടുത്തെങ്കിൽ ഞാൻ പിന്നെ ചോദിക്കില്ലല്ലോ. ഞാൻ എടുക്കില്ല. നിനക്ക് കുഴപ്പമില്ല. ഞാൻ സത്യം പറഞ്ഞു സാധനങ്ങളിൽ കൈതൊട്ട് ഇല്ലാന്ന് കേട്ടല്ലോ. ഇല്ല, ശരിയായിട്ടുള്ള നടപടിയല്ല അത്. സന്ധ്യ പൊരി എടുക്കട്ടെ. എന്റെ പൈസ ഇല്ല. പൈസ ഇല്ലെങ്കിൽ ഞാൻ പൊരി തരും. എനിക്ക് വേണ്ട. ഇതൊക്കെ എവിടെ പോവാ? കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ വരും. സന്ധ്യ, എന്ത്? നമ്മുടെ കുഞ്ഞെന്ത് ചെയ്യുന്നു? നമ്മുടെ കുഞ്ഞാ? അല്ല, നമ്മുടെ കുഞ്ഞ് എന്ത് പറയുന്നു? തൊട്ടിലി കിടക്കണ 6 മാസം പ്രായമുള്ള കൊച്ചു എന്തോന്ന് പറയാൻ? 3-4 വയസ്സായിട്ട് വല്ല സംസാരിക്കാം. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് പറയാം. നിന്റെ അല്ലേ കുഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. സന്ധ്യ, കഴിഞ്ഞ സ്റ്റേജിൽ എന്റെ ലൈവ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഓ, കഴിഞ്ഞ സ്റ്റേജിലെ നിന്റെ ലൈഫ് തകർത്ത്. പക്ഷെ നിന്റെ ഈ കെട്ടിപ്പിടിച്ചുള്ള ലൈഫ് ഉണ്ടല്ലോ, അത് എന്റെ അടുത്ത് നടക്കില്ല. നിന്റെ ലൈഫ് ഞാൻ കുളം തോട്ടും. നീ എന്ത് ചെയ്യുമെന്ന്? നിന്നെ ഞാൻ അങ്ങ് വന്ന് കെട്ടും. സത്യം പറഞ്ഞത് കേട്ടാ? ഇനി ഇവിടുത്തെ തട്ടിയും കത്തിയും മാത്രമല്ല അവളെ കെട്ടാൻ വേണ്ടിട്ട്. അയ്യോ വേണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ നീ അവളെ ബാക്കിൽ ചിലപ്പം പൊരി വാങ്ങിച്ചാലോ? റൂമൊന്നുമില്ലേ? അയ്യോ, ഡ്രസ് മാറാൻ ഇവിടെ മാറാല്ല. മറ എവിടെ? മറ എന്ന് പറയുമ്പോ ഇവിടെ ആരെങ്കിലും ഒന്ന് മറച്ചെന്നാ പോരെ? അതായി ഒരു കാര്യം ചെയ്യ്. ഇനി വാ, ഈ ഭാഗത്ത് ഞാൻ മറക്കട. പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇതെടുത്ത് ഞാൻ മറച്ചു പിടിച്ചു തരാം. ഞാൻ ഇവർ കാണാതെ ഡ്രസ്സ് മാറിക്കോ. അല്ലെങ്കിൽ ഞാൻ മറച്ചു തരാന്ന്. ഇതൊക്കെ ഇവിടെ ഡ്രസ്സ് മാറിക്കോളൂ. ഞാൻ മറച്ചു തരാം. ഡ്രസ്സ് മാറിക്കോ. നിങ്ങള് യവന്മാര് കാണൂല. അയ്യോ, ഞാൻ ഇങ്ങനെ നിന്നതാണ്. നന്നായിരിക്കണ്ട. 2 ആണിയും കൂടെ 2 സൈഡിലും അടിച്ചു വെക്കട്ടാ. നമസ്കാരം. ഇതിന്റെ മെയിൻ ആളാണ്. അത് ഇതിന്റെ മെയിൻ ഞാനാണ്. ആരാണ് മനസ്സിലായില്ല? ഞാൻ കമ്മിറ്റിയുടെ മെയിനാണ്. ആണല്ലേ? എന്നാ പിന്നെ ഞാനല്ല മെയിൻ. അണ്ണാ ഇതോടെ കമ്മിറ്റിക്കാരെ ഒന്ന് വിളിക്കണം. അണ്ണാ നമസ്കാരം. നമസ്കാരം. കാര്യങ്ങളെല്ലാം ഉഷാറാണല്ലോ? എല്ലാം ഓക്കെയാണ് ചേട്ടാ. പിന്നെ എന്തെങ്കിലും കുറവുണ്ടോ? ഒന്നുമില്ല. നമ്മൾ കൃത്യസമയത്ത് പരിപാടി തുടങ്ങും. നിങ്ങൾ ഒരുപാട് താമസിച്ചാണ് വന്നത്. പ്രേക്ഷകരെല്ലാം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കളിച്ചങ്ങ് കേട്ടല്ലോ. ഞങ്ങൾക്ക് ഐറ്റംസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ചൂടുവെള്ളം വേണം. ചൂടുവെള്ളം. അതിന് വേണ്ടിയാണ് ഈ ആളെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശരി, അപ്പൊ ഓക്കെ ചേട്ടാ. എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളി അടുത്ത് പറഞ്ഞാൽ മതി. അപ്പൊ ഓക്കെ, നാളെ അടിച്ചു വിളിക്കും. ചേട്ടാ, പിന്നെ നമുക്ക് എന്ത് ഫുഡാണ് അറേഞ്ച് ചെയ്തത്? അണ്ണാ ഇന്ന് പൊരിക്കും.
എന്തോ കടിച്ചു പറിക്കാനുള്ള വെറൈറ്റി ഐറ്റം സെറ്റ് ചെയ്തേക്കുന്നത്. SS. ഓടാൻ വേണ്ട SS എന്ന് പറഞ്ഞ സമൂഹ സദ്യ. എനിക്കത് വേണ്ട. എന്റെ റോയ് അത് ഇവിടെ അല്ല, അല്ലേ? മറ്റേ ചുവന്ന ലൈറ്റ്, ചഞ്ചം മ്യൂസിക്, അപ്പോഴും മാത്രം. എല്ലാം റെഡിയല്ലേ? തുടങ്ങാം. പ്രയർ പ്രയർ പ്രയർ. പ്ലെയർ അല്ലടാ, പ്രയർ പ്രയർ. തിരി തിരി. ശരി. എല്ലാം കൂടെ കയറി തിരിഞ്ഞിരിക്കണടാ. അതല്ല ചന്ദനത്തിരി. ചന്ദ്രത്തിരി പ്രയർ സമയം എന്ന് പറയുമ്പോ പിന്നെ ചന്ദ്രത്തിരി പ്രയർ എന്ന് പറയുക ചന്ദ്രത്തിരി കത്തിച്ച് ഐശ്വര്യമായിട്ട് നമ്മൾ നാടകം തുടങ്ങണം. എന്ത് കാര്യം അതിന്? തീപ്പെട്ടിട്ട് സൂര്യൻ്റെ ഉണ്ട് തീപ്പെട്ടി. കത്തി ദൈവത്തെ വിളിച്ചോണ്ട് കത്തിക്ക്. കത്തിച്ചോ. ഒറ്റ തിരിയാടാ. പിന്നെ ഒറ്റ കൊള്ളി പോരി ഒരു തിരി കത്തിക്കാൻ. ഓ ഇവനെടാ ബാക്കി തിരിയാ ഇവൻ ബാക്കിൽ നിന്ന് വീഡിയോ വിളിക്കുന്നത് ഞാൻ കണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞു പൊരിക്കാരന്മാരെ സമിതി കൊണ്ടുവരുന്നത്. നാടകം പൊളിഞ്ഞു. നോക്കണ്ട. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു. അല്ലെ നീ ഇവിടെ ഇറങ്ങിപ്പോ. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോ. കൂടുതൽ സംസാരിക്കണത്. അല്ലെങ്കിൽ നാടകം തുടങ്ങുന്നതിൽ ഞാൻ ഇവിടെ നിൽക്കാറുള്ളൂ. ഞാൻ അല്ലെങ്കിൽ നാടകം കളിക്കണം. നീ പോ. നാടകത്തോളം ഇഷ്ടം കൊണ്ട് നിന്നേ ഉള്ളൂ. ഞങ്ങൾ ആലോചിച്ചോളാം. കളിക്ക്. ഞങ്ങൾ ആലോചിച്ചോളാം. പോ. രവി പ്രിയ കലാസ്നേഹികളെ, ഒരു സന്തോഷ വാർത്ത. വരുന്ന ജൂൺ ആദ്യ വാരം തന്നെ എന്റെ മകൻ കിച്ചുവരെ ഞാൻ സ്കൂളിൽ ചേർക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു. എന്റെ രവി, നാടകത്തിന്റെ പേര് പറ രവി. യവൻ തെറ്റിക്കിന് ഇടയ്ക്ക് വന്ന് നാടകത്തിന്റെ പേര് പറ. പ്രിയരെ, കാഞ്ഞിരംകുളം അമ്പിളിത്തുമ്പി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം കടിച്ചുകീറി കൊല്ലുക. അതെ, കടിച്ചുകീറി കൊല്ലുക. സരണികളിൽ ആസരമഴകൾ, കൊടികളിൽ പനിമണികൾ. ആസരണികളിൽ ആസരമഴകൾ, കൊടികളിലെ പനിമണികൾ. കാണാത്ത രൂപം കേൾക്കാത്ത നാദം, കാണാത്ത രൂപം കേൾക്കാത്ത നാദം, തേടുന്ന കാറ്റാടികൾ. അനുഭവം തന്നതമയം വീണ്ടുമണികൾ. പാസരണികളിൽ സരമഴകൾ, കൊടികളിലെ പനിമണികൾ. അല്പസമയം നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടവേള. നിങ്ങൾ എന്തോ തന്നെ കാണിക്കുന്നത്? ഇനി 2 സീൻ ഒരു ലൈറ്റ് ഓഫ് ഇല്ലേ? എടാ, ആ ചെത്തുകാരൻ ഉണ്ണീനെ വേഷം ചെയ്യാന്ന് പറഞ്ഞ സൂ വന്നിട്ടില്ല. വന്നില്ലേ? ഇല്ല. നിങ്ങൾക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? എടാ, പരിപാടി തുടങ്ങുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞ അണ്ണാ തുടങ്ങിക്കോ, ഇന്റർവ്യൂവിന് ശേഷമില്ല ഞാനുള്ളൂ, ഞാൻ കേറിക്കോളാന്ന് പറഞ്ഞു. ഫോൺ സ്വിച്ച് ഓഫ്. 5 മിനിറ്റ് സമയമുണ്ട്. നീ ഡൗൺ റോളിൽ ഞാൻ കമലാസനൊന്നുമല്ല. അപ്പൊ നീ എല്ലാം കൂടെ ഞാൻ ചെയ്യാം. ഇപ്പൊ എന്തിനാ പറ? ആലോചിച്ചില്ല. ഇനി ഒറ്റ കാര്യമുള്ളൂ. നമ്മുടെ നാടകത്തിന്റെ എല്ലാ ഡയലോഗും കാണാതെ അറിയാന്നുള്ള ഒരാളുണ്ട്. സമിതി വണ്ടിയിൽ താരാപാര അലഞ്ഞെതിഞ്ഞ് നടക്കും. ക്യാമ്പിലുണ്ടായിരുന്നു. അവ വിചാരിച്ച മാത്രമേ കാര്യങ്ങളുള്ളത് നടക്കുള്ളൂ. ഞാനാ? നിങ്ങളൊന്നുമല്ല. നിങ്ങളെ സ്വന്തം അളിയൻ പൊരി സുഖു. അവരെ വിളിച്ചാൽ വരെയൊന്നുമില്ല. ഇല്ലല്ല, ഞാൻ അവനെ ഇടിയും കൊടുത്ത് പറഞ്ഞോട്ട് അവൻ ഇനി ഞാൻ വിളിച്ചാൽ വരും. ഒന്ന് ഫോൺ ചെയ്ത് നോക്കാൻ വരും. ഫോൺ എന്റെ ഇല്ല. ഫോൺ എടുക്കാതെ വന്നത്. ഫോൺ എടുത്തോളാം. ഫോൺ എടുത്തുണ്ട്. അവനെ വിളിക്കേണ്ട കാര്യം പെട്ടെന്ന് വിളി. സുഖിനെ വിളി. കാര്യങ്ങൾ നടക്കണം. ഹലോ. ഹലോ. എടാ സുഖം എവിടാ? എവിടാ? ഞാൻ ഇവിടെ ഓഡിയൻസിന്റെ ഇടയിൽ പൊരിവിട്ടോണ്ടിരിക്കുന്നു. എടാ അളിയേ, നിന്റെ അളിയേ. അളിയേ. ഓ പറയാ. എടാ ഒന്ന് അത്യാവശ്യം സ്റ്റേജിൽ പറയാം. ഒരു അത്യാവശ്യം ഞാൻ വരൂല. എന്നെ ഇറക്കി വിട്ടല്ലേ വരൂല. എടാ, ഒരു അത്യാവശ്യം കാര്യമുണ്ടോ? കാര്യം പറയട്ടെ. പാ വരൂല. എന്തായാലും ഇന്റർവ്യൂലൊക്കെ നേരത്തെ അനൗൺസ് ചെയ്തത്. നമ്മുടെ ആ ചെത്തുകാരൻ വേഷം ചെയ്യാതിരുന്നില്ലേ സുഖു? ഉണ്ണി അവൻ വരൂലെന്ന് പറഞ്ഞു. അവൻ വരൂലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ കുറച്ചു നേരം അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളെ ആർട്ടിസ്റ്റൊക്കെ ഭയങ്കര മുടയും ഭയങ്കര പവറും. അങ്ങനെ ഇത് കൊളം. ഡയലോഗൊക്കെ അറിയാലോടാ. ഒന്ന് പാടാ. വരൂല. സുഖു മോനെ സുഖു പറയൂ. സംസ്ഥാന അവാർഡ്. എടാ പിന്നെ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല നിന്നെ വിളിക്കുന്നത്.
നമ്മളെ മെയിൻ നടി സന്ധ്യയല്ലേ ആ അവള് നിന്നെ തിരക്കി. സുഖമാണ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്നത് കേട്ട്. സുഖോ കട്ട് ചെയ്താ ഡേയ് സുഖോ കട്ടായെന്ന് തോന്നുന്നു. സന്ധ്യ എവിടെ? സന്ധ്യ എന്ത് പറഞ്ഞു? സന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖവണ്ണം ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് പറഞ്ഞത്. അയ്യോ സംഭവം എനിക്ക് ഇങ്ങനെ കൂടെ ഒക്കെ നടന്ന സംഭവം അറിയാം, ക്യാമ്പിലെ കൊണ്ടായിരുന്നല്ല. പക്ഷെ എല്ലാ ഡയലോഗ് അറിഞ്ഞോ തെറ്റിപ്പോയി, ശരിയാവില്ല. തെറ്റിപ്പോയാലും കുഴപ്പമില്ല, ബാക്കിയുള്ള നമ്മൾ പറഞ്ഞു തരാം. നീ ഒരു കാര്യം ചെയ്തായി, അഥവാ ഡയലോഗ് തെറ്റിയാലും സന്ധ്യ നിനക്ക് സപ്പോർട്ട് ചെയ്തു. അയ്യോ അങ്ങനെ പറഞ്ഞാല് ഒരു കുഴപ്പമില്ല. മേക്കപ്പ് സാധനങ്ങളൊക്കെ എന്റെ മേക്കപ്പ് സാധനം എടുത്തോടെ കൂട്ടാ നീ. പിന്നെ നേരത്തെ എടുക്കണ്ടെന്ന് പറഞ്ഞത് നമ്മള് തമ്മിൽ അങ്ങനെയാണോ? അപ്പൊ ഓക്കെ നാടകം കുളമായി. ഒരാൾ വരാൻ നിൽക്കണം, അവന് ഒന്നും അറിയണ്ട. ഇതൊന്നും എവിടെയാണ് നമുക്ക് നാടകം ഉണ്ണി റെഡിയാവുക. അമ്പലത്തുമ്പി തിയേറ്റേഴ്സിന്റെ നാടകത്തിന്റെ 2ാം പകുതിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ചന്ദ്രമണി കമ്മലണിഞ്ഞ് ചന്ദ്രിക തൻ ചന്ദനമിട്ട് നീ വരുമ്പോ ജീവപുണ്യം ഞാൻ ആസ്വദിക്കും. ജ്യോതികെ നീ എന്നെ ദേവനാക്കും. ജ്യോതികെ നീ എന്നെ ശ്രീകുട്ടി, എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ജോലിക്കും കൂലിക്കും പോവാത്ത എന്നുമായി ഒരു ബന്ധവും വേണ്ടെന്ന്. അച്ഛാ, ഞാൻ ജീവിക്കുന്നെങ്കിൽ ഈ ചേട്ടനോടൊപ്പം മാത്രമായിരിക്കും. ആഹാ, പോകുന്നത് കൊള്ളാം. പക്ഷെ എന്റെ സ്വത്തോ പണമോ നിനക്ക് ഞാൻ തരത്തില്ല. ആർക്ക് വേണം നിങ്ങളുടെ സ്വത്തും പണവും? വാ ചേട്ടാ, നമുക്ക് പോകാം. എവിടെ തള്ളിക്കൊണ്ട് പോകുന്നു? സ്വത്തും പണമില്ലാത്ത നിന്നെ ആർക്ക് വേണം? നിന്റെ സ്വത്തും പണവും കണ്ടിട്ട് തന്നെയാണ് നിന്നെ ഞാൻ സ്നേഹിച്ചത്. ഓഹോ, അപ്പൊ എന്റെ സ്വത്തും പണവും കണ്ടിട്ടാണല്ലേ നിങ്ങൾ എന്നെ സ്നേഹിച്ചത്? അച്ഛാ, എനിക്ക് തെറ്റുപറ്റിയച്ചോ. എനിക്ക് നീയാ വേണ്ട. ആര് വിചാരിച്ച് കാശ് തരുമെന്ന്? ഈ രായൻ തരുമെന്നോ അതോ ഇവള് തരുമെന്നോ? ഇറങ്ങിപ്പോടാ. ചെത്തുകാരൻ ഉണ്ണിയുമായുള്ള വിവാഹം ഞങ്ങൾ ആഡംബരപൂർവ്വം നടത്തിത്തരും. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ ഉണ്ണിയെ? ഇഷ്ടായി അച്ഛാ. ഉണ്ണി നിന്റെ ജീവിതത്തില് നല്ലൊരു നിധിയായിരിക്കും. ഉണ്ണിയേട്ടാ, എന്റെ ഉണ്ണിയേട്ടാ. കെട്ടി പുള്ളരിഞ്ഞ പന്തുരുട്ടി ലാടം വെച്ച കുഞ്ഞിക്കുളമ്പടി ചോടിക്കോകാളെ മടിക്കാതെ നേരം പോയി കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂം പെണ്ണൊരുത്തി ദൂരെയൊരു കൂരയിൽ എന്നെയും തേടി ഡയലോഗ് പറ. കപ്പലിന്റെ മുട്ടായി, ചെത്തുകാരൻ ഉണ്ണിയേട്ടാ. പൊരിക്കുട്ടി, അല്ല ശ്രീകുട്ടി, നിന്നെ ഇട്ടുമൂടാനുള്ള പൊരി എന്റെ ചാക്കിലുണ്ട്. അല്ല, നിന്നെ ഇട്ടുമൂടാനുള്ള പണം എന്റെ ബാങ്കിലുണ്ട്. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ എന്നെ ഇഷ്ടായോ? പിന്നെ ശ്രീകുട്ടി, എന്തോ ചട്ടിയിൽ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് പുറത്ത് കിടക്കുന്ന ഈ ചോളപ്പൊരി പോലത്തെ നിന്റെ കണ്ണുകൾ, കടഞ്ഞെടുത്ത ഊത്തപ്പഴം പോലത്തെ നിന്റെ കഴുത്ത്, ബോംബെ മുട്ടായി പോലത്തെ നിന്റെ ഈ മുടി, കപ്പലിന്റെ മുട്ടായി പോലത്തെ നിന്റെ പല്ലുകൾ, എങ്ങനെയാ കുട്ടി നിന്നെ ഇഷ്ടപ്പെടാത്തത്? ഉണ്ണിയേട്ടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഹണിമൂൺ പോകുന്നത്? അങ്ങ് ദൂരെ പഞ്ചാബിൽ. പഞ്ചാബിലാ? പഞ്ചാബിൽ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ചോളപ്പാടമുണ്ട്. ചോളപ്പാടം. ചോളപ്പാടോ? അവിടേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും. എന്നിട്ട് വിളഞ്ഞ ചോളം നോക്കി നമ്മൾ വാങ്ങും. എന്നിട്ട് വീട്ടിൽ വന്ന് നീ വറുത്തേരണം, ഞാൻ കവറിലാക്കും. നീ വറുത്തേരും, ഞാൻ കവറിലാക്കും. നമ്മളിത് വിറ്റ് കാശാക്കും. ഇത് നമ്മൾ പൊരിക്കും. കുട്ടി, പണ്ട് 1 രൂപയ്ക്കും 2 രൂപയ്ക്കും പൊരിവിറ്റിടുന്നൊരു കാലമുണ്ടായിരുന്നു ഈ മാധവൻ കുട്ടിക്ക്. ആ എന്റെ മരണം നിങ്ങൾ ആഗ്രഹിച്ചില്ലേ? നീ ആഗ്രഹിച്ചില്ലേ? നിങ്ങൾ പോലും ആഗ്രഹിച്ചില്ലേ? എടാ, നീ ഹിറ്റ്ലർ മാധവൻ കുട്ടിയല്ല, ചെത്തുകാരൻ ഉണ്ണി. നിങ്ങളെ ഉണ്ണി എങ്കിൽ ഉണ്ണി. അമ്മാവാ, എനിക്ക് ഇവിടെ വിവാഹം കഴിച്ചു തരണം. നിങ്ങളെ കല്യാണം കഴിച്ചു തരാനുള്ള സാമ്പത്തികമോ സ്വർണമോ എന്റെ കയ്യിലില്ല ഉണ്ണി. ആർക്ക് വേണം നിങ്ങളുടെ സാമ്പത്തികം? എന്റെ കയ്യിൽ ചാക്കിണക്കിന് പൊരിയുണ്ടല്ലോ. അല്ല, ഞാൻ നിങ്ങളെ പൊരിയെക്കാലം ഞാൻ സ്നേഹിച്ചത് പതിവ്രതയായ പരിശുദ്ധിയായ ഇവളെയാണ്. എന്തായാലും വളരെ മംഗളമായി ലളിതമായ രീതിയിൽ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും.
തുള്ളിത്തുമ്പി തിയേറ്റേഴ്സ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകം ഇന്ന് ഈ വേദിയിൽ പൂർണ്ണമാകുന്നു. ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി നന്ദി. ശുഭരാത്രി. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. അതെ അതെ, നാടകമൊക്കെ സൂപ്പറായിരുന്നു. ഓ. പിന്നെ പേയ്മെന്റ് എല്ലാം കിട്ടിയല്ലോ. എല്ലാം കിട്ടിയേട്ടാ. പിന്നെ ഒരു കാര്യമുണ്ട്, ആ. കുറച്ച് നഷ്ടപരിഹാരം ഞാൻ തരാറുണ്ട്. നഷ്ടപരിഹാരോ? നഷ്ടപരിഹാരം അതേട്ടാ. കണ്ട പുരിക്കച്ചവടക്കാരല്ലേ വിളിച്ച് നാടകത്തെ അവതരിപ്പിക്കേണ്ടത്, മനസ്സിലായ? നമ്മുടെ സാറിന് കമ്മിറ്റിക്കാരല്ലാതെ കഷ്ടപ്പെട്ടാണ് ഈ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത്. ചേട്ടാ ഞാൻ പറഞ്ഞോട്ടെ, പുള്ളിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. ചേട്ടാ, ഈ പൊരിക്കച്ചവടക്കാരനല്ല, പുള്ളി ശരിക്കും നടനാണ്. സംസ്ഥാന അവാർഡ് വാങ്ങിച്ച നടനാണ് പുള്ളി. ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി ജീവിക്കുകയായിരുന്നല്ലോ. പിന്നല്ലാതെ എങ്ങനെയുണ്ടായിരുന്നു അഭിനയം? അടിപൊളിയായില്ലേ? ഇതാണ് ആള്. അയ്യോ സോറി ക്ഷമിക്കണം, എനിക്ക് നഷ്ടപരിഹാരം വേണ്ട. നമ്മളെ പോലുള്ളവരൊക്കെ നിങ്ങൾ അമ്പലത്തിൽ വന്നുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമല്ലേ? അതല്ല, ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു. അല്ല, ഞാനും എന്റെ അളിയനും അത്രക്കാരൊന്നും അല്ല. മനസ്സിലായി. നമ്മള് നഷ്ടപരിഹാരം തരാൻ തയ്യാറാണ്. നഷ്ടപരിഹാരം വേണ്ട. അല്ലേ? അല്ല അങ്ങനെ നമ്മൾ അങ്ങനെ അത്രയും ചെറുതാവേണ്ട ആവശ്യമൊന്നും. എന്തൊന്നും വേണ്ട. നഷ്ടപരിഹാരം നമ്മൾ പണമാറ്റുവാണെങ്കിൽ പണമാറ്റി വരാം, പൊരിയാറ്റുവാണെങ്കിൽ പൊരിയാറ്റി വരാം. പൊരിയാ? ഓ, നമ്മുടെ പ്രോഗ്രാം വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ ചോക്കണക്കിന് കെട്ടിയിട്ടിക്കണോ? അത് നാടകത്തിന്റെ പ്രോപ്പർട്ടി അല്ലേ? അയ്യോ, അത് പ്രോപ്പർട്ടി അല്ല. അത് പറമ്പിൽ വന്നു കഴിഞ്ഞാൽ ഉത്സവ പറമ്പിൽ ഇറങ്ങി കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ടുവന്ന പൊരിയല്ലേ. എന്തുവാ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ അളിയാ, ഇത് ഞാൻ പൊരിക്കുമെന്ന്.